അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. ജേണൽ എന്നുള്ള പ്രൈമറി ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആ സെയിം തന്നെയാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം 3 ജേണൽ എൻട്രികൾ കാണുന്നു. ഡേറ്റ് നോക്കാം. ഫസ്റ്റ് ജേണൽ എന്നുള്ള ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ജേണൽ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് ഡെബിറ്റ്, എമൗണ്ട് ക്രെഡിറ്റ്. അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ആ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് എൻട്രി റെക്കോർഡ് ചെയ്യുന്നു. ഡേറ്റ് കാണാം, ജനുവരി 1/1/2020. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് 20,000. ഡേറ്റ് 2 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് അക്കൗണ്ട്, എമൗണ്ട് 3,000. ഡേറ്റ് 3 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, എമൗണ്ട് 2,000. അപ്പോൾ ഈ 3 ജേണൽ എൻട്രിയെ ബേസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെയിം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ സെയിം ഇത് തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോ എൻട്രിയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതൊക്കെയായിരിക്കും? ഇവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് വരുന്നുണ്ട്, അതേപോലെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ക്യാപിറ്റൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒരു ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതേപോലെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. സെക്കൻഡ് നോക്ക്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, റെൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ക്യാഷ് അക്കൗണ്ട് വേണ്ട, ഒരു ക്യാഷ് അക്കൗണ്ട് മതിയാകും. ദെൻ പിന്നീട് റെൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. തേർഡ് ബാങ്ക് ഡെബിറ്റ് വരുന്നുണ്ട്, ക്യാഷ് ക്രെഡിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ എൻട്രിയിൽ ഒരു ബാങ്ക് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ എൻട്രിയെ ബേസ് ചെയ്തുകൊണ്ട് താഴെ നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നരേഷൻ എഴുതിയിട്ടില്ല, നരേഷൻ കമ്പൽസറിയാണ്, നരേഷൻ എഴുതണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നരേഷൻ ഏതായിരിക്കും? ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ. സെക്കൻഡ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നരേഷൻ വരുന്നത് ഏതായിരിക്കും? റിസീവ്ഡ് റെൻ്റ് എന്നുള്ളതാണ്. ദെൻ അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റഡ് ക്യാഷ് ടു ബാങ്ക്, അതായിരിക്കും നരേഷനായിട്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ലെഡ്ജർ അക്കൗണ്ട് ഏതൊക്കെയായിരിക്കും? ഒരു ക്യാഷ് അക്കൗണ്ട് വേണം, അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ റെൻ്റ് അക്കൗണ്ടും, ദെൻ ലാസ്റ്റ് ബാങ്ക് അക്കൗണ്ടും. അപ്പോൾ ഇങ്ങനെ 4 ലെഡ്ജർ അക്കൗണ്ടുകളാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെഡ്ജർ കാണാം. ഹെഡിങ് ലെഡ്ജർ എന്ന് കാണുന്നു. അതിൽ ഫസ്റ്റ് കാണുന്ന ലെഡ്ജർ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് താഴെ കാണുന്നതിന് വേണ്ടി ആ എൻട്രി ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. ലെഡ്ജറിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതുന്നു. നമ്മൾ ആദ്യമേ കണ്ട എൻട്രി എന്ന് പറയുന്നത് ഏതായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരുന്നു. നിങ്ങൾ ഇതേപോലെ ലെഡ്ജറിലേക്കൊന്നും എഴുതരുത്. ഇവിടെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി മാത്രം എഴുതിയതാണ്. ക്യാഷ് ഡെബിറ്റ് വരുന്നുണ്ട്, അതേപോലെ ക്യാപിറ്റൽ ക്രെഡിറ്റ് വരുന്നുണ്ട്. ഇതായിരുന്നു ഫസ്റ്റ് കണ്ട എൻട്രി. അതിന് മുമ്പായിട്ട് നമുക്ക് ലെഡ്ജറിൻ്റെ ഹെഡിങ്ങുകളൊന്ന് കണ്ടാലോ? ക്യാഷ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കാണുന്നു. ദെൻ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടി ഫോർമാറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ 2 ഈക്വൽ പാർട്സ് ആയിരിക്കും. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വരുന്ന 2 ഈക്വൽ പാർട്സ് ആണ്. അതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡേറ്റ് കോളമാണ്, ഡേറ്റ് കാണാം. സെക്കൻഡ് പർട്ടിക്കുലേഴ്സ് കോളമാണ്. ഈ കോളം കുറച്ച് വലുതായിരിക്കണം, പർട്ടിക്കുലേഴ്സ് കോളം. നെക്സ്റ്റ് വരുന്നത് JF എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജേണൽ ഫോളിയോ, പേജ് നമ്പർ എഴുതാൻ വേണ്ടിയുള്ള കോളമാണ്. നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും കോളം ഒന്ന് ആഡ് ചെയ്തേക്കുക. നെക്സ്റ്റ് കോളം കാണുന്നത് എമൗണ്ട് ഡെബിറ്റ് എന്നുള്ളതാണ് ഈ കോളം വരുന്നത്. അപ്പോൾ ഇത്രയും ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്ന കോളംസ്: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ ആൻഡ് എമൗണ്ട്. ഈ സെയിം കോളംസ് തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുന്നത്: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ ആൻഡ് എമൗണ്ട്. എമൗണ്ട് ക്രെഡിറ്റ് ആണ്. ഇത് ഡെബിറ്റ് എമൗണ്ട് കോളം, ഇത് ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റലാണ് കണ്ടത്. ഇപ്പോൾ ക്യാഷ് ഡെബിറ്റ്, അതേപോലെ ക്യാപിറ്റലും ക്രെഡിറ്റ്. ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്.
അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ടുകൾ കാണാമല്ലോ. ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് കാണാം, സെക്കൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ക്യാഷിനെയും ക്യാപിറ്റലിനെയും രണ്ട് അക്കൗണ്ടിലേക്കായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്യാഷ് നോക്കാം. ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റാണ് കാണുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും. ക്യാഷ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റത്തിന് ഡെബിറ്റ് ആയതുകൊണ്ട്, ക്യാഷിന് ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ക്യാഷ് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ഐറ്റമായ ക്യാപിറ്റൽ എന്ന് എഴുതണം. ഒന്നുകൂടി പറയാം, എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരുന്നത്. ഇവിടെ ക്യാഷ് ഡെബിറ്റ് ആണ്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്. ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് എന്താണ് കാണുന്നത്? ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് അല്ലേ ഇവിടെ കാണുന്നത്? ക്യാഷ് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ എൻട്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അല്ലേ കാണുന്നത്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ എന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്ന് എഴുതുക. ക്യാപിറ്റൽ. ഡേറ്റ് നമുക്കറിയാലോ. ഡേറ്റ് ഏതായിരുന്നു? 1/1/2020 എന്നായിരുന്നു ഡേറ്റ് വന്നത്. എമൗണ്ട് അറിയാലോ, എമൗണ്ട് 20,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് കാണുന്ന ടൈം ഏതാണ്? ക്യാപിറ്റലല്ലേ കാണുന്നത്. ക്യാപിറ്റലിന് ഇവിടെ ഏതാണ്? ക്രെഡിറ്റ് അല്ലേ ക്യാപിറ്റൽ വരുന്നത്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ആയതുകൊണ്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലേക്ക് പോകണം? ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ഐറ്റം ഏതാണ്? ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഐറ്റം ക്യാഷ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ അവിടെ ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്യണം. ക്യാഷ്. എമൗണ്ട് അറിയാലോ. എമൗണ്ട് സെയിം തന്നെ, 20,000 എമൗണ്ട് വരുന്നു. ഡേറ്റും സെയിം തന്നെയല്ലേ, 1/1/2020. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഐറ്റവും നമ്മൾ രണ്ട് അക്കൗണ്ടിലേക്കായിട്ട് പോസ്റ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ടിലേക്കും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും രണ്ട് ഐറ്റവും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഓരോ എൻട്രിയും ഓരോ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ എൻട്രി കംപ്ലീറ്റ് ആകുന്നു. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് കണ്ട എൻട്രി ഏതായിരുന്നു? സെക്കൻഡ് കണ്ട എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് അക്കൗണ്ട് എന്നായിരുന്നു. ഇതാണ് നമ്മൾ സെക്കൻഡ് കണ്ട എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ലെഡ്ജർ അക്കൗണ്ട് ഇതേപോലെ കാണിക്കരുത്. നമ്മൾ ഓൾറെഡി ജേണൽ പ്രിപ്പയർ ചെയ്തു. ആ ജേണലൊന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ എഴുതിയത് മാത്രമാണ്. നമ്മളിവിടെ ഒന്നും എഴുതാൻ പാടില്ല. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് അക്കൗണ്ട് എന്ന് കാണുന്നു. ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതേപോലെ റെൻ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് ഇവിടെ മേളിൽ കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും ക്യാഷ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ടിലേക്ക് റെൻറ്റിനെ പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിലേക്ക് റെൻറ്റിനെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാഷ് ഡെബിറ്റ് ആയതുകൊണ്ട്, ക്യാഷ് ഡെബിറ്റ് അല്ലേ, അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതുക? റെൻറ്റ് എന്ന് റെക്കോർഡ് ചെയ്യുക. റെൻറ്റ്. എമൗണ്ട് അറിയാലോ, എത്രയാണ് നമുക്ക് റെൻറ്റ് കിട്ടിയത്? എമൗണ്ട് 3,000. ദെൻ ഡേറ്റ് അറിയാലോ, ഡേറ്റ് 2/2/2020. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈം ഏതാണ്? റെൻ്റ് അക്കൗണ്ടല്ലേ ഓപ്പൺ ചെയ്യേണ്ടത്. റെൻ്റ് അക്കൗണ്ട് വരയ്ക്കണം. റെൻ്റ് അക്കൗണ്ട് വരച്ചിട്ട് ആ റെൻ്റ് അക്കൗണ്ടിൽ ഏത് എഴുതണം? ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ താഴെ നമുക്ക് റെൻ്റ് അക്കൗണ്ട് കാണാം. ദെൻ റെൻ്റ് അക്കൗണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ റെൻ്റ് അക്കൗണ്ടിലേക്ക് റെൻറ്റിന് എന്താണ് കണ്ടത്? ക്രെഡിറ്റ് അല്ലേ റെൻറ്റിനെ കണ്ടേ. റെൻറ്റിന് ക്രെഡിറ്റ് ആയതുകൊണ്ട് റെൻറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. ക്രെഡിറ്റ് സൈഡിൽ വന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഐറ്റം ഏതാണ്? ക്യാഷ് എന്നല്ലേ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് എന്ന് എഴുതുക.
എമൗണ്ട് 3000 3000. ഡേറ്റ് അറിയാലോ, ഡേറ്റ് 2/1/2020. അപ്പോൾ ആ എൻട്രിയുടെയും 2 ഡെബിറ്റും ക്രെഡിറ്റും 2 അക്കൗണ്ടിലേക്കായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ കാണുന്ന അക്കൗണ്ട് ഏതാണ്? ഇനി കാണുന്ന എൻട്രി ഏതായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നമ്മൾ മേളിൽ കണ്ടിരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഡെപ്പോസിറ്റഡ് ക്യാഷ് ടു ബാങ്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിലുണ്ട്. പിന്നെ സെപ്പറേറ്റ് വരയ്ക്കേണ്ട അക്കൗണ്ട് ഏതാണ്? ഇനി ബാങ്ക് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് കാണാം. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് ഡെബിറ്റ് ആണ്, ക്യാഷ് ക്രെഡിറ്റ് ആണ്. ബാങ്ക് ഡെബിറ്റ് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിലേക്ക് ക്യാഷിനെ കൊണ്ടുവന്ന് എഴുതണം. ബാങ്ക് ഡെബിറ്റ് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷിനെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് ഞാൻ എഴുതുന്നു ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്തു. നമ്മൾ 2000 രൂപയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ. ഡേറ്റ് അറിയാലോ, ഡേറ്റ് 3/1/2020. 3-ാം തീയതിയാണ് ക്യാഷ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. ഇനി എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ടിലേക്കല്ലേ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം. അവിടെ ക്യാഷിന് ക്രെഡിറ്റ് ആണ്. ക്യാഷ് ക്രെഡിറ്റ് ആയതുകൊണ്ട് നോക്കാം, കാണുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് അല്ലേ നിൽക്കുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ക്യാഷ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷിനൂടെ ക്രെഡിറ്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഏതിനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ബാങ്കിനാണ് എഴുതേണ്ടത്. ബാങ്ക് ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എമൗണ്ട് 2000. ഡേറ്റ് അറിയാലോ, ഡേറ്റ് 3/1/2020. അപ്പോൾ 3 എൻട്രിയും നമ്മൾ 3 അക്കൗണ്ടിലേക്കായിട്ട് പോസ്റ്റ് ചെയ്തു. ഇതേപോലെയാണ് ഓരോ ലെഡ്ജറിലേക്കും നമ്മൾ എൻട്രികൾ പോസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമുക്കിനി അക്കൗണ്ട് ഒന്ന് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്ത് നമുക്ക് അക്കൗണ്ടിനെ ഒന്ന് ബാലൻസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിന് ടോട്ടൽ ബാലൻസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് അക്കൗണ്ടിലാണ്. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ, ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും കമ്പയർ ചെയ്യണം. ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഏത് കോളത്തിലാണോ എമൗണ്ട് കൂടുതൽ വരുന്നതെന്ന് നോക്കുക. ഇവിടെ 20,000 വരുന്നുണ്ട്, 3,000 വരുന്നുണ്ട്. ടോട്ടൽ 23,000 ആണ് വരുന്നത്. എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ? 2,000 അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണോ കൂടുതൽ ആ എമൗണ്ട് എഴുതാം. അപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആദ്യം ഓപ്പൺ ചെയ്യാം. ഈ എമൗണ്ട് 23,000 എന്ന് റെക്കോർഡ് ചെയ്യാം. ഡബിൾ ലൈൻ കൊടുക്കാം. 23,000 ഡബിൾ ലൈൻ. ദെൻ അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 23,000 വരുന്നുണ്ട്. എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ? 2,000 അല്ലേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് എമൗണ്ട് 21,000 കൂടെ വന്നാലല്ലേ ഇവിടെ 23,000 ആവുള്ളൂ. 23,000 വാങ്ങണമെങ്കിൽ ഇവിടെ 21,000 രൂപയും കൂടി വരണം. അപ്പോൾ ആ എമൗണ്ട് അവിടെ എഴുതണം. 21,000 എന്ന് എഴുതിയിട്ട് അതിന് നേരെ ബാലൻസ് എന്ന് എഴുതുക. ബാലൻസ് C/D, ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ മാത്രമേ എമൗണ്ട് ഉള്ളൂ, ഈ സൈഡിൽ എമൗണ്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിംഗിൾ ലൈൻ കൊടുക്കാം. 20,000 എന്ന് റെക്കോർഡ് ചെയ്യാം. ഡബിൾ ലൈൻ. ഇത്രയും ചെയ്താൽ മതി. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത്രയും ചെയ്താലും മതി. ദെൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും കൂടി എമൗണ്ട് വേണമെന്നില്ല. 20,000 എന്ന് എഴുതിയിട്ട് ദെൻ 20,000 എന്ന് കാണിക്കാം. ബാലൻസ് എന്ന് എഴുതി ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ റെൻ്റ് അക്കൗണ്ടാണ്. റെൻ്റ് അക്കൗണ്ടും ഇതേപോലെ തന്നെ ഈ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് കാണുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ എമൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 3,000 എന്ന് എഴുതുക. ദെൻ ഡബിൾ ലൈൻ ചെയ്യാം. ഓക്കെ. ദെൻ ലാസ്റ്റ് ബാങ്ക് അക്കൗണ്ട് കാണാം. ബാങ്ക് അക്കൗണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ, റൈറ്റ് സൈഡിൽ എമൗണ്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2,000 എന്ന് എഴുതാം. ഡബിൾ ലൈൻ കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ടുകൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സെയിം തന്നെയാണ്. ഇതേപോലെയുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ ജേണലായിട്ട് ഓപ്പൺ ചെയ്യുക. ട്രാൻസാക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ജേണൽ പ്രിപ്പയർ ചെയ്യുക. ആ ജേണലിനെ ബേസ് ചെയ്തുകൊണ്ട് ലെഡ്ജറിലേക്ക് ഐറ്റംസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിലേക്ക് ട്രാൻസാക്ഷൻസ് ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻസ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളത് എഴുതി ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.